നമ്മൾ 3 മുഖവില. ഇപ്പോൾ ഒരു 1700 കിലോയ്ക്കകത്തൊക്കെ അത് പോരാ. 2.5 വർഷം മുമ്പ് ഈ ഒരു പോത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുമ്പോൾ ഇവന് 190 കിലോ ആയിരുന്നു. ഇന്ന് ഇവൻ ഏകദേശം 1000-ന് പുറത്ത്. നമ്മുടെ ഇതിൻ്റെ ഉടമ പറയുന്നത് 1500 1800ഓളം തൂക്കമുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ തൂക്കി നോക്കിയിട്ടില്ല. ഞാനിപ്പോൾ നമ്മുടെ കൊല്ലത്ത് കുണ്ട്രയുള്ള നമ്മുടെ മണികണ്ഠൻ ചേട്ടൻ്റെ വീട്ടിലാണ്. ഇവർ 2.5 വർഷമായിട്ട് വളർത്തുന്ന രാമൻ എന്ന് പറഞ്ഞ പോത്താണ്. ഹരിയാനയിൽ നിന്ന് തന്നെ വീഡിയോ കോൾ കണ്ട് അവിടെ നമ്മുടെ കൊല്ലത്തുള്ള നമ്മുടെ ബിജുചേട്ടൻ്റെ റോയൽ മുറ ഫാമിൽ നിന്ന് എടുത്തൊരു പോത്താണ് ഈ കാണുന്നത്. ഈ പോത്തിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഈ ഒരു ഇടനീട്ടമാണ്. നമ്മുടെ നാട്ടിൽ അതായത് ഒത്തിരി പോത്തുകൾ നമ്മൾ വലിയ പോത്തുകൾ നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് പെരുന്നാളിന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വീടുകളിലൊക്കെ വളർത്തി ഈ ഒരു സൈസാക്കി എത്തുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇന്ന് കേരളത്തിലുള്ളതിൽ ഏറ്റവും വലിയ പോത്തുകൾ ഒന്നാണ് നമ്മുടെ ഈ കാണുന്ന രാമൻ എന്ന് പറയുമ്പോൾ. നല്ല പ്യൂർ പിഴ ഹരിയാന മുറ പോത്താണ്. നല്ല രീതിയിൽ തന്നെ കൊമ്പൊക്കെ ഉണ്ടോ, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. കൊമ്പ് ഇത്രയും മുട്ടിയിട്ടോ ഒന്നും തന്നെ ഇല്ല. നല്ല ബ്ലാക്ക് കളർ, ഫുൾ ബ്ലാക്കാണ്. നല്ല വാതറക്കൊക്കെയുള്ള നല്ല അടിപൊളി ഒരു പോത്ത്. അപ്പോൾ ഇവനെ വളർത്താനായാലും അല്ലെന്നുണ്ടെങ്കിൽ പെരുന്നാൾ ആവശ്യത്തിനൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് നമ്മുടെ മണികണ്ഠൻ്റെ നമ്പറുണ്ട്, ഒന്ന് വിളിക്കാവുന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ ഒന്നും പറയാം, നമ്മുടെ കൊല്ലം ജില്ല കുണ്ട്ര. ഇവനിവിടെ വന്നിട്ട് 2.5 വർഷമായി. 2.5 വർഷം. അപ്പോൾ ചെറുപ്പത്തിലേ കൊണ്ടുവന്നാ? ചെറുപ്പത്തിലേ കൊണ്ടുവന്നേ. ഓക്കെ. എത്ര തൂക്കം ഉണ്ടായിരുന്നു കൊണ്ടുവരുമ്പോൾ? അന്ന് കൊണ്ടുവരുമ്പോൾ ഒരു 190 കിലോ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഏകദേശം എത്ര കിലോ നമുക്ക് ഒരു മതിപ്പ് പറയാൻ പറ്റും? നമുക്ക് നമ്മൾ തൂക്കിയിട്ടില്ലല്ലേ? തൂക്കിയിട്ടില്ല. കേരളപുരത്തുള്ള നമ്മുടെ ബീച്ചാന്റെ ഫാമിൽ നമ്മൾ റോയൽ ഫാമിൽ. അതെ, നമ്മൾ വീഡിയോ ചെയ്തൊരു പോത്തായതല്ലേ? അതെ അതെ അതെ. ഹരിയാനയിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ട ചേട്ടൻ കൊണ്ടുവന്നതാണ്. ഇവ മാത്രമേ ഉള്ളൂ? നമുക്ക് ഒരു പോത്തേ ഉള്ളൂ? നമുക്ക് അല്ല, വേറെ കുഞ്ഞു പോത്തുണ്ട്. ഇവനെയാണ് നമ്മൾ റോയൽ ഫാമിൽ നിന്ന് എടുത്ത ഹരിയാനയിൽ നിന്ന് കൊണ്ടുവന്ന പോത്ത്. ഓക്കെ. ഇവന്റെ പേരെന്താ നിങ്ങൾ? ഇവന്റെ പേര് രാമൻ. ഇവിടെ ഈ വീട്ടിൽ എല്ലാവരുമായിട്ട് നല്ല ഇണക്കമാണ്. എല്ലാ ആഹാരങ്ങളും എന്ത് കൊടുത്താലും കഴിക്കും. ഇന്നാണ് ആദ്യമായിട്ട് ചേട്ടന്റെ ചാനലിൽ വരുന്നതല്ലേ? വെളിയിൽ ഒരാൾ കാണുന്നത്. ഓക്കെ. നിങ്ങൾ എന്ത് പറ്റി അങ്ങനെ വെളിയിൽ ഇറക്കാതിരിക്കാനുള്ള ഒരു കാര്യം എന്ത്? വെളിയിലിറക്കാതെ വളർത്തണമെന്നൊരു ആഗ്രഹം തോന്നി. ആരും അറിയണ്ടല്ലേ? ഇപ്പോഴാകുമ്പോ കാണിക്കാൻ പറ്റുന്ന രീതിയിലൊരു ആളായില്ലേ? നമ്മളൊരു ആഗ്രഹം വലിയൊരു പോത്ത് ആക്കണമെന്നല്ലേ? തീർച്ചയായും. ഇതേപോലുള്ള വലിയ പോത്തിന് നേരത്തെ ഉണ്ടായിരുന്നോ അതോ? ഇത്രയുള്ള ഇല്ലായിരുന്നു. ആദ്യമായിട്ടാണ്. ഇതിന്റെ ചെറുതേ ഉള്ളായിരുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു ചെറിയ കുട്ടികളെ എടുത്ത് നമ്മൾ അങ്ങനെ വളർത്തി വലുതാക്കി കൊടുക്കുന്ന രീതിയിലായിരുന്നു? ആദ്യമേ ഒരു സാധാ പോത്തിനെ മേടിച്ച് വളർത്തി പരിചയമായതിനു ശേഷമാണ് ഇവനെ എടുത്തതല്ലേ? ഇത്രയും വലിയ പോത്തിന് ആദ്യമാണ്. അപ്പൊ 2.5 വർഷം കൊണ്ട് ഇവൻ നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. ഇതെന്താ ഇവർ കഴിക്കാൻ കൊടുക്കുന്നത്? കഴിക്കാൻ കൊടുക്കുന്നത് സാധാരണ രീതിയിലുള്ള പരുത്തി, തവിട്, പിന്നെ 1-2-3 ഐറ്റം അല്ലാതെ ഉണ്ട്. സീക്രട്ടാണ് പറയണ്ട. ഓക്കെ. അപ്പൊ എന്തായാലും ആള് നല്ല രീതിയിൽ കയറി വന്നിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് പ്രായം നോക്കണ ഒരു 3 വയസ്സ് കാണും. 3 വയസ്സ് കറക്റ്റ് ആവുന്നതേ ഉള്ളൂ. കറക്റ്റ് 3 വയസ്സ് ആവുന്നേ ഉള്ളൂ. അതായത് 3 വയസ്സിൽ ഒരു 1000-ന് മുകളിലൊരു തൂക്കമാണ് എത്തിയിരിക്കുന്നത് അല്ലേ? തീർച്ചയായും. ഓക്കെ. നമ്മുടെ സ്ഥലം എവിടെയായിട്ടാണ് വരുന്നത്? നമ്മുടെ ഇത് നമ്മുടെ കൊല്ലം കുണ്ട്ര കുഴിയം. ഇപ്പൊ കഴിഞ്ഞ പെരുന്നാളിലൊക്കെ ആൾക്കാരെ ചോദിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ? ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊടുത്തില്ല. നമ്മൾ കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല. വളരട്ടെന്ന് വിചാരിച്ചു. ഇപ്പൊ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കൊന്ന് ഈ 3 വയസ്സെന്ന് പറയുമ്പോഴാലും ഇനി ഒരു 2 വർഷം വീണ്ടും വളരുമല്ലോ? തീർച്ചയായും. പിന്നെ വളർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. ശരിക്കും മുറ എന്ന് പറയുമ്പോൾ ശരിക്കും വളർച്ച തുടങ്ങുന്ന 2.5 ഇവന്റെ ഇടനീളവും നീട്ടും കണ്ടില്ലേ? ഇനിയും വളർന്ന് കയറാൻ കിടക്കുക. ഓക്കെ. ചേട്ടൻ അപ്പൊ ഇവനെ എടുക്കാനുള്ള കാര്യം എന്താ? ഈ ഇടനീട്ടവും ഹൈറ്റും ഒക്കെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്? ഇത് കണ്ടിട്ട് എടുത്തതാ. നല്ലപോലെ കൊണ്ടുപോയി നോക്കാൻ പറ്റുന്നവർക്ക് അതിലും കൊടുക്കും. ഓക്കെ. വളർത്തുകാർക്കാണ് കൂടുതൽ താല്പര്യം. തീർച്ചയായും. കാരണം അവർക്ക് പറ്റിയ സാധനം ഏറ്റവും നമ്പർ 1 ആവും. 100% ഉറപ്പ്. ഒരു വർഷം നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-2000-ന് മുകളിൽ എന്തായാലും തീർച്ചയായും. തീറ്റ ചെലവ് എപ്പോഴും നോക്കിയിട്ടുണ്ടോ? ഇല്ല. ഇവനെ ഇങ്ങനെ ആക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അതിനോടേക്ക് എത്ര തീറ്റ ചെലവ് ഒന്നുമില്ല. അവൻ കഴിക്കുന്നതിനനുസരിച്ച് ആഹാരം, വയറ് നിറയുന്ന വരെ ഫുഡ്. തീർച്ചയായും. കൊണ്ടുപോകുന്നവർ വളർത്തിയാൽ പ്രയോജനമാണ്. നമുക്കൊരു സന്തോഷം അല്ലേ? സന്തോഷമാണ്. നമുക്ക് പിന്നീട് ഒന്ന് കാണാമല്ലോ.